Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്നത്തെ ദിവസവും വെറും പാഴായിപ്പോയി. ഒരു മൃഗത്തെ പോലും ഇന്ന് എനിക്ക് കിട്ടിയില്ല. നീ ആരാണ്? Hello, Robot X to base, Robot X to base. Go ahead, Robot X. We are listening. Safe landing. Robot X is on Operation Shiva now. അങ്ങനെ ആവട്ടെ. All the best. ഇന്ന് എന്തൊരു ശാന്തമായ ദിവസമാണ്. എന്റെ മേൽനോട്ടത്തിൽ ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരു കുറ്റങ്ങളും സംഭവിക്കുന്നതായി കേൾക്കുന്നേ ഇല്ല. ഇതാരപ്പൊ ഒരു പുതിയ ആള്? എക്സ്ക്യൂസ് മീ ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾക്ക് എന്നോട് ഈ കുട്ടിയുടെ അഡ്രസ് പറഞ്ഞു തരാൻ പറ്റുമോ? ഇത് നമ്മുടെ ശിവയാണല്ലോ. പക്ഷെ തനിക്കിപ്പോ ഇവനെ കാണേണ്ട കാര്യം എന്താണ്? പറയൂ, താൻ ആരാണ്? അതാദ്യം പറ. വാസ്തവത്തിൽ ഞാൻ ഈ കുട്ടിയുടെ ഫ്രണ്ടാണ്. കുറെ വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. എന്ത്? താൻ ശിവയുടെ ഫ്രണ്ട് ആണെന്നോ? താൻ ശിവയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു കാര്യം ചെയ്തേ, ഇപ്പൊ തന്നെ അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇപ്പൊ തന്നെ നമ്പർ ഇട്ട് തരാം. ഓക്കേ? വേണ്ട വേണ്ട സർ, ഞാൻ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അവന്റെ അഡ്രസ് മാത്രം എനിക്ക് തന്നാ മതി. എന്തോ പ്രശ്നമുണ്ട്. ഇവനെ ഏത് ആംഗിളിൽ വെച്ച് കണ്ടാലും ശിവയുടെ ഫ്രണ്ടായിട്ട് ഏൽക്കാൻ പറ്റുന്നില്ല. ഏതായാലും ശിവയോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. അതെ പൊന്നു സുഹൃത്തെ, അത് പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാനൊരു 5 മിനിറ്റിൽ തിരിച്ചു വരാം. അതെ, ഒരു സംശയം. പറയൂ സാറേ. ഇവിടുന്ന് അല്ലെങ്കിൽ വേണ്ട, താനൊന്ന് പറഞ്ഞ ശിവ എവിടെ താമസിക്കുന്നത്? എന്ത്? ശിവ എവിടെ താമസിക്കണെന്നോ? ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് പോകാറുള്ള ആളല്ലേ ഇന്നത്തെ അഡ്രസ് ചോദിക്കുന്നേ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത സാറേ. കൂടുതൽ സംസാരം വേണ്ട. ഞാൻ നിന്റെ ഓർമ്മശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. താൻ എത്രയും പെട്ടെന്ന് ശിവയുടെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. സാറേ, എനിക്ക് ശിവയുടെ അഡ്രസ് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആചാര്യ ഭവൻ, ആചാര്യ കോളനി. വെരി ഗുഡ്. തനിക്ക് ഓർമ്മശക്തി നല്ല കൂടുതലായിട്ട് തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ജോലിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഓർമ്മശക്തി. ഞാൻ ഏതായാലും ഒരു റൗണ്ട് പോയിട്ട് വരട്ടെ. സാറേ, എന്തിനാണ്? ആ ശിവ ഇല്ല, എനിക്കറിയില്ല ആരാണെന്ന്. എന്നാ ശരി. ആഹാ, ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ? സാറ് ഇവിടെയോ? സാറ് ഇപ്പോഴാണല്ലോ പുറത്തേക്ക് പോണത് കണ്ടത്. ഇത്രയും പെട്ടെന്ന് എങ്ങനെ അകത്തേക്ക് വന്നത്? എന്ത്? ഞാനിപ്പോ പുറത്തേക്ക് പോയിരുന്നോ? എപ്പോ? വേടറാം, നിന്റെ കാഴ്ചക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ചെല്ല്, ഒരു കണ്ണ് ഡോക്ടറെ അടുത്ത് ചെന്ന് കണ്ണ് കാണിക്ക്.
വേഗം എന്റെ സാറ് ഇവിടെ തന്നെയായിരുന്നു. സാർ എന്നോട് ശിവയുടെ വീട്ടിലെ ഡീറ്റെയിൽസ് ചോദിച്ചില്ലേ? എന്നിട്ട് ഞാൻ ശിവയുടെ അഡ്രസ് സാറിന് ഇപ്പൊ പറഞ്ഞു തന്നില്ലേ? എന്ത് ഞാനോ? ശിവേനെ കുറിച്ച് ഞാൻ തന്നോട് ഇപ്പൊ ചോദിച്ചോന്നോ? എടോ അത് ഞാനല്ലായിരുന്നു പേടാറാം. കുറച്ചു മുമ്പ് എവിടേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അവൻ അഡ്രസ് പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ അവൻ എന്റെ മുഖം പോലെ രൂപം മാറ്റി തന്റെ അടുത്ത് അഡ്രസ് വാങ്ങി പോയിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ശിവേനെ വിളിച്ച് പറയട്ടെ. ഹലോ ശിവ, ഒരു മദ്യപാനി ഇവിടെ വന്ന് തന്നെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവൻ ചിലപ്പോ എന്റെ രൂപത്തിൽ വന്ന് നിന്നെ പറ്റിക്കാൻ നോക്കും. അവനെ വിശ്വസിക്കരുതേ. ഓക്കെ ഓക്കെ ലഡു സിംഗ് സർ, താങ്ക് യു. ബേഡറാം, എന്താ സാർ? നമ്മുടെ ജോലിനെ കുറിച്ച് രഹസ്യമായിട്ട് നടത്തണം. നമ്മള് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാസ്വേഡ് ഉണ്ടാക്കണം. ഓക്കെ കലക്കി സാർ, ഇത് നല്ല ഐഡിയ ആണല്ലോ. സാറിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പാസ്വേഡ് എന്താണ്? ഓഹോ, യെസ് 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 യെസ്, പാസ്വേഡ് എന്താണ് വെക്കേണ്ടത്? ആ ബേഡറാം, താൻ പറയേണ്ടത് ചൂടുള്ള പാല്. ഞാനിപ്പോ മറുപടി പറയും ജിലേബി. ഓക്കെ, അടിപൊളി പാസ്വേഡ് ആണ് സാർ. എന്റെ വായിന്ന് വെള്ളം ഒലിക്കുന്നു. ഹലോ രേവ, അത് യുഡി. ശിവ താനോ? ശരിയാണ്, ഞാൻ തന്നെയാണ് ശിവ. പക്ഷേ നിങ്ങൾ ആരാണ്? ശരിക്കുള്ള ലഡു സിംഗ് അല്ലല്ലോ. അദ്ദേഹത്തിന്റെ I am Robotex. ഞാൻ നിന്നെ തകർക്കും. ഓ ഓ I shall take you. Hey, watch out, this. ഞാൻ എന്തായി കാണുന്നു? എനിക്ക് പേടിയായിട്ട് വലിയത് ഏലിയനാണ്. എന്തിനെ പേടിക്കുന്നേ? നീ ഞങ്ങളുടെ വന്നേ. നീ ആരാണെന്ന് പറയൂ. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? I am Robotex. ഞാൻ 2038 വന്നിരിക്കുന്നത്. ഈ സമയത്തിൽ നിന്ന് 20 വർഷം കഴിഞ്ഞ് നീ ഞങ്ങളുടെ ലീഡർ മാഡ് മാക്സിനെ വധിക്കാൻ പോകുന്നു. അതുകൊണ്ട് അയാൾ നിന്നെ ഇതേ സെഞ്ചുറിയിൽ കൊല്ലാനായിട്ട് എന്നെ അയച്ചിരിക്കുന്നു. മാഡക്സ്, ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും കണ്ടുമുട്ടിയിട്ടില്ലല്ലോ. നിനക്ക് അയാളെ ഇന്ന് അറിയത്തില്ല, പക്ഷേ 20 വർഷം കഴിഞ്ഞ് അറിയും. പക്ഷേ ഞാൻ നിന്നെ അത്രയും ദൂരം എത്താൻ സമ്മതിക്കില്ല. യു വിൽ ബി ഫിനിഷ്ഡ്. സോറി റോബോട്ടിക്സ്, അങ്ങനെ പെട്ടെന്ന് ഫിനിഷ് ആവാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഓഹോ, ഇത് ശരിക്കുള്ള മനുഷ്യനെ അല്ല.
ആ ആ റോബോട്ടിനെ എങ്ങനെയാലും കണ്ടുപിടിക്കണം. ഈ പേടറാം എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നത്? പേടറാം, താനാ മദ്യപാനി എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഒരു പെടുത്തില്ലല്ലോ. ഇവൻ ഒറിജിനൽ ലഡ്ഡൂസിക് ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന്. ഞാൻ ഏതായാലും പാസ്വേഡ് ചോദിക്കട്ടെ. ചൂട് പാല്. എടോ പേടറാം, തനിക്ക് ഇപ്പോഴാണോ ചൂട് പാല് വേണ്ടത്? ശിവേനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവനിപ്പോ എവിടെയാണ്? ചൂട് പാല്. പേടറാം, ശിവയുടെ ജീവൻ തന്നെ പാപത്തിലാണ്. ഇപ്പോഴാണ് നിനക്ക് ചൂട് പാല് വേണ്ടത്. നിനക്കത് എന്താ പറ്റിയത്? വേണ്ട, നീ എന്താ കാണിക്കട്ടെ? ശരി ശരി, ഞാൻ നിനക്ക് ചൂട് പാല് കൊണ്ടുവരാം. എടോ താൻ എന്തിനാ പിന്നെ എന്നെ ഇങ്ങനെ തല്ലുന്നേ? പാല് കിട്ടാതെ ഒരു മനുഷ്യനെ എങ്ങനെ തല്ലോ? പേടറാം, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്റെ പേര് കേട്ട കള്ളന്മാരെ മുട്ടുകാലി വരയ്ക്കും. പക്ഷെ താൻ തന്റെ ഈ സീനിയറിനെ തല്ലാൻ നോക്കുകയാണോ? എന്താണ് സാറ് ഒറിജിനൽ തന്നെയാണല്ലോ. ക്ഷമിക്കണം സാറ്, പക്ഷെ സാറല്ലേ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നേ എപ്പ കണ്ടുമുട്ടുമ്പോഴും കൺഫേം ചെയ്യാൻ വേണ്ടി പാസ്വേഡ് പറയണമെന്ന്. ഞാൻ സാറിനോട് പറയും ചൂട് പാല്, അപ്പൊ സാർ എന്നോട് പറയും ജിലേബിന്ന്. പേടറാം, ഈ പാസ്വേഡിന്റെ പേര് പറഞ്ഞ് താൻ എന്നെ തല്ലി തല്ലി എന്റെ മോതിര ഷേപ്പ് തന്നെ മാറ്റിയല്ലോ. ഇനി തൊട്ട് നമ്മൾ ഏതെങ്കിലും എളുപ്പത്തിലുള്ള പാസ്വേഡ് തന്നെ വെക്കാം. അതായത് നമ്മൾ രണ്ടുപേരും നമ്മുടെ പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാം. എന്നാ സാറ് പറഞ്ഞ പഴയ പാസ്വേഡ് ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കാം. ഞാൻ തന്നോട് തന്റെ പേര് ചോദിക്കും, അപ്പൊ താൻ എന്റെ പേര് പറയണം. അപ്പൊ താൻ എന്നോട് എന്റെ പേര് ചോദിക്കണം. ഉടനെ ഞാൻ മറുപടി പറയും പേടറാം. കലക്കി സാറേ, ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള പാസ്വേഡ് ആണല്ലോ. എന്നോട് ചോദിക്കുമ്പോ ഞാൻ സാറിന്റെ പേര് പറയും, സാറ് എന്റെ പേരും. ശിവ, ആ റോബോട്ടിക്സിനെ പിടിക്കാനായിട്ട് നീ എന്തെങ്കിലും തന്ത്രം ആലോചിച്ചോ? ഇല്ല രേവ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതിനെങ്ങനെ പിടിക്കണമെന്ന് ആലോചിച്ചു. സിറ്റിയിലെ റോബോട്ടുമായി ഫൈറ്റ് ചെയ്താൽ നഗരത്തിലുള്ള ജനങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ശിവ, നീ കുറച്ചു ദിവസം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നതാ നല്ലത്. അത് ഏലിയനാ. നിന്നെ അന്വേഷിച്ച് കാണാതാവുമ്പോണ്ടല്ലോ, അത് അതിന്റെ പ്ലാനറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. ശിവ, ഈ പേടിത്തൊണ്ടന്റെ വാക്ക് കേൾക്കല്ലേട്ടോ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്റെ കൂട്ടുകാരൊത്ത് ഞാൻ മീൻ പിടിക്കാൻ പോയിരുന്നു. കൂട്ടുകാരൊക്കെ ഒരുപാട് ശ്രമിച്ചു. അവർക്ക് പക്ഷെ ഒരു മീനിനെ പോലും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഒരു ഐഡിയ ഒപ്പിച്ചു. അതായത് വെള്ളം കുറച്ചുള്ള സ്ഥലത്ത് ചെളിമണ്ണ് കൊണ്ടൊരു കുഴിയുണ്ടാക്കി. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ചു ദൂരം വെള്ളത്തിന്റെ അപ്പുറത്തേക്ക് വിട്ട് കൈയിട്ട് വെള്ളം നല്ലോണം ഇറക്കി. ആ ശബ്ദവും അനക്കവും കേട്ട് മീനുകളൊക്കെ ഇപ്പുറത്തേക്ക് ഓടി വന്ന് ആ ചെളിക്കുണ്ടിൽ വീണു. വിളമ്പൽ രാജാവേ, നീ ഇപ്പോൾ എനിക്ക് നല്ല ബ്രില്യന്റ് ഐഡിയയാണ് തന്നത്. ഐഡിയോ? എന്താ ഐഡിയ? പക്ഷേ ഇത് മീൻ പിടിക്കലല്ലോ, റോബോട്ട് എക്സിനല്ലേ നമ്മൾ പിടിക്കേണ്ടത്. എന്തായാലും നീ തന്നത് നല്ലൊരു ഐഡിയ ആണ്. ശബ്ദം കേട്ട മീനുകൾ വേറെ വഴിക്ക് ഓടിപ്പോയെന്ന് നീ പറഞ്ഞില്ലേ? എന്നിട്ട് അവ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അതുപോലെ ആ റോബോട്ട് എക്സിനെയും വേറൊരു വഴിയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ അതിനെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കൂ. യെസ് രേവ, യു ആർ റൈറ്റ്. താങ്ക് യു ആദി. I have an idea. ഏയ്, നിങ്ങൾ ആരാ? ശിവ എവിടെയാണ്? ഇതേതോടെ പുതിയ അപമാനോ? ഞാൻ ഇവിടെ ശിവനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്.
ആൾക്കാരെ ഓട്ടും രാഗം ഇപ്പോൾ പാടാം. ആ, 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 ഓട്, ഓട്, ഓട് രാഗം. പാടിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഉറക്കെ പാടൂ. നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് അതിന് സഹിക്കാൻ പറ്റുന്നില്ല. പാടിക്കൊണ്ടേയിരിക്കും. ഇൻസ്പെക്ടർ ലഡു സിംഗ് സാറേ, ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ വിവരം എന്താണെന്നാൽ 30th സെഞ്ചുറിന്ന് ഒരു റോബോട്ട് വന്ന് ശിവയെ പിടികൂടാനായിട്ട് നടക്കുന്നുവെന്നാണ്. ഈ വിവരത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശിവേൻ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സാറ് പറഞ്ഞത് ശരിയാണ്. ഒരു റോബോട്ട് 30th സെഞ്ചുറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ റോബോട്ടിന് ശിവേനെ അത്ര പെട്ടെന്നൊന്നും ആക്രമിക്കാൻ കഴിയില്ല. ആ എനിക്ക് ടിവിയിൽ എങ്ങനെ സത്യം പറയാൻ പറ്റുക? ശിവൻ ഒരു പഴയ രാജകൊട്ടാരത്തിലാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെ? മാത്രമല്ല ആ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള വഴി ആർക്കും അറിയില്ല. അതിനകത്ത് ഇന്റർനെറ്റ് സൗകര്യമില്ല. അപ്പൊ പിന്നെ വൈ ഫിയർ? താൻ എങ്ങോട്ടായി പോയിരുന്നേ? ശരി, ആദ്യം ഇത് പറ. തനിക്ക് വല്ല വിവരം കിട്ടിയോ? താനാരാ? ആദ്യം തന്റെ പേര് പറഞ്ഞേ. ഓഹോ, എടോ പേടാറാം, തനിക്കെന്താ എന്റെ പേര് ഓർമ്മയില്ലേ? എനിക്കറിയില്ല. ഞാൻ തന്നോട് വീണ്ടും ചോദിക്കാണ്. പേര് പറ. എടോ പൊന്നു സുഹൃത്തെ, എന്നാ കേട്ടോ, എന്റെ പേര് ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗ്. ഇവൻ ശരിക്കും ആ ഡ്യൂപ്ലിക്കേറ്റ് ആളെന്നെയാണല്ലോ. ഞാൻ തന്റെ പേരെന്താണ് ചോദിക്കുമ്പോ ഇവൻ എന്റെ പേരില പറയേണ്ടത്. ഇവന്റെ അടുത്ത് ഇപ്പൊ തന്നെ സത്യം തെളിയിക്കണം. താൻ എന്തായി ആലോചിക്കുന്നത് പേടാറാം? ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗ്. ശരിക്കും എന്റെ പേര് ലഡ്ഡു സിംഗ് ആണ് പേടാറാം. ഇങ്ങനെ തല്ലല്ലേ. ഈ പേര് എനിക്ക് എന്റെ സ്വന്തം അച്ഛനമ്മയും തന്നെയാണ് വെച്ചത്. അതിന് താൻ എന്തിനാണോ എന്നെ തല്ലുന്നത്? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്റെ പേര് ഫേമസ് ആണ്. സാറ് ഒറിജിനൽ തന്നെയാണല്ലോ. സോറി സാർ, സോറി. സാറല്ല എന്നോട് പറഞ്ഞത് നമുക്ക് സിമ്പിൾ പാസ്വേഡ് വെക്കാന്ന്. നമ്മൾ തമ്മിൽ പേര് പറയണമെന്ന്. സാറ് വീണ്ടും പറഞ്ഞല്ലോ. എന്ത് പാസ്വേഡ്? എനിക്കിപ്പോ ഏതായാലും ഓർമ്മ വന്നു. ഞാൻ അതിനെ കുറിച്ച് ആകെങ്കിൽ മറന്നുപോയി. അതാണ് കാരണം. ഏതായാലും അവസാനത്തെ പാസ്വേഡ് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, താൻ എന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് ഓർമ്മയില്ലെന്ന്. പ്രോബ്ലം സോൾവ്. കലക്കി സാറെ, കലക്കി. ഇത് സൂപ്പർ ഐഡിയ തന്നെയാണല്ലോ. മുത്തശ്ശൻ എങ്ങോട്ടേലും പോവാണോ? കേറിക്കോളൂ, ഞാൻ മുത്തശ്ശനെ ഡ്രോപ്പ് ചെയ്തോളാം. ഞാൻ എവിടെ പോകാനാ? ശിവയെ അന്വേഷിച്ചോണ്ടിരിക്കയാ. എനിക്ക് അവനെ ഉടനെ കണ്ടെത്തേണ്ടതുണ്ട്. എന്റെ മുത്തശ്ശൻ വെറുതെ വിഷമിക്കണ്ടേ. ശിവയ്ക്ക് ഒരു കുഴപ്പമില്ല. കേറിക്കോളൂ, ഞാൻ മുത്തശ്ശനെ ശിവന്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടോളാം.
മുത്തശ്ശൻ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ മുത്തശ്ശൻ ഇവിടെയോ? മുത്തശ്ശ, എന്തായാലും ഇവിടേക്ക് വന്നത് നന്നായി. ഞാൻ താഴേക്ക് വരാം. നീ അവിടെ തന്നെ നിന്നാ മതി ശിവ, ഞാൻ മുകളിലോട്ട് വരാം. മുത്തശ്ശ സൂക്ഷിക്കണേ, വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അത് കലക്കി. ശിവ, തന്റെ മുത്തശ്ശനെ ഏതായാലും സമ്മതിക്കണം കേട്ടോ. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് എന്തൊരു ശക്തിയാണല്ലേ. No, no, ഇത് മുത്തശ്ശനെ അല്ല. Everybody, run. ഇത് റോബോട്ടിക്സ് ആണ്. ശിവ, എന്തിനാണ് ഓടിപ്പോകുന്നത്? എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കൂ. എനിക്ക് വയസ്സൊക്കെ ആയില്ലേ മോനെ, നിന്റെ ഒപ്പം വേഗം നടന്നു വരാനൊക്കെ എനിക്ക് ആകുമോ? വെറുതെ ഇരിക്കും റോബോട്ടിക്സ്. നിനക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. ശിവ, സൂക്ഷിക്കണേ, മുന്നോട്ട് ചതിക്കുഴിയുണ്ട്. യു ഡോണ്ട് വറി ദേബ. അത് അറിഞ്ഞത് കൊണ്ടാണ് ഈ വഴിക്ക് ഞാൻ റോബോട്ടിനെ കൊണ്ടുവരുന്നത്. മുത്തശ്ശി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പെട്ടെന്ന് തരൂ. മുത്തശ്ശി, മുത്തശ്ശ, ഭീം സിംഗ്, എല്ലാരും പെട്ടെന്ന് എവിടേക്കാ പോയത്? മുത്തശ്ശ, മുത്തശ്ശി, ഭീം സിംഗ്, നിങ്ങൾ ആരെങ്ങനെ കെട്ടിയിട്ടത്? നീയോ? അല്ല, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? I am Robotex. എന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. I am 30th century Robotex. Nobody can destroy me. ഇനി നിനക്ക് നിന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ വേണമെന്നുണ്ടെങ്കിൽ come with me. ഞാൻ നിന്റെ കൂടെ വരാൻ റെഡിയാണ്. ഇവരെ വെറുതെ വിട്ടേക്കൂ. ദേ, അത് കണ്ടോ, ശിവയും കൊണ്ട് പോകുന്നു. വരൂ, നമുക്ക് സഹായിക്കാം. എന്റെ പിടനല്ലേ പറഞ്ഞത്? Leader Mad X wants to meet you. നീ തന്നെയാണ് ശിവ. 20 വർഷം കഴിഞ്ഞ് നീ എന്നെ കൊല്ലുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ കൊല്ലാൻ പോകുന്നത്? ഇന്ന് നിനക്ക് എന്നെ മനസ്സിലായില്ലെങ്കിലും 20 വർഷം കഴിഞ്ഞ് തീർച്ചയായിട്ടും നിനക്ക് എന്നെ മനസ്സിലാവും. അന്ന് എന്നെ നീ കൊല്ലും. അതുവരെ എനിക്ക് കാത്തിരിക്കാൻ സാധ്യമല്ല. റോബോട്ടിക്സ്, ശിവയെ കൊന്നുകളഞ്ഞേക്കൂ. വേഗം. Shiva will be finished. എന്റെ സൈക്കിൾ.
ഞങ്ങളും കൂടി സഹായിച്ചേര്. നിനക്ക് മാത്രമാണല്ലോ അവൻ താങ്ക്സ് പറഞ്ഞത്. ഇത് ശരിയല്ലേട്ടോ. ഒരു ഈട് വെച്ച് തന്നാലുണ്ടല്ലോ. ഹലോ, ആ ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ ലഡു സിംഗ് സർ, ശിവയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ രേവയെ സംസാരിക്കുന്നേ. ശിവ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കാണ്. We are ready to fight with Robo. രേവ, നിങ്ങളിത് എവിടെയാണ്? ലഡു സിംഗ് സാറേ, ഞങ്ങൾ നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെ ഗുംനം ഫോർട്ടിലാണ് ഉള്ളത്. നിങ്ങൾ പെട്ടെന്ന് അവിടെ തന്നെ വന്നേക്കൂ. ആ റോബോട്ടിക്സുമായി ഏറ്റുമുട്ടാൻ നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം. ആ റോബോട്ട് വളരെ ശക്തിമാനാ. രേവ, നീ വിഷമിക്കരുത് കേട്ടോ. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഞാൻ ഇപ്പൊ തന്നെ പേടറാമായിട്ട് അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കേ? ലഡു സിംഗ് സർ, ഇവിടെ ശരിക്കും രഹസ്യമയമാണ്. പക്ഷെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. ഈ അവസ്ഥയിൽ പിക്നിക് ചെയ്യാൻ ആഗ്രഹം തോന്നുന്നു. നമ്മുടെ ഇവിടെ വരുമ്പോ കഴിക്കാനുള്ള ആഹാരമായിട്ട് വന്നാ മതിയായിരുന്നു. യോടി, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? പിക്നിക് ആഘോഷിക്കാൻ പറ്റിയ ഇതിനേക്കാളും നല്ലൊരു സ്ഥലം എനിക്കറിയാം. സത്യാണോ? ഏത് സ്ഥലമാ? ഈ റോബോട്ടിക്സിന്റെ 30th സെഞ്ചുറിക്ക് നീയും കൂടെ വെക്കൂ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഇവിടെ മതി. എനിക്ക് പിക്നിക് ആഘോഷിക്കേ വേണ്ട. കൂട്ടുകാരെ, നമ്മൾ തീർച്ചയായിട്ടും പിക്നിക് ആഘോഷിക്കും. അതിനു മുൻപ് പ്രധാനമായ ഒരു ജോലി. ലഡു സിംഗ് സർ, ഈ ഫോർട്ടില് റോബോട്ടിനെ കൊടുക്കാനായിട്ട് പല ട്രാപ്പുകൾ പല സ്ഥലത്തുമായി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ജയിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ശിവ, ആ റോബോട്ടിക്സ് എങ്ങനെ നമ്മുടെ അടുത്ത് എത്തുക? അതിനറിയില്ലല്ലോ നമ്മൾ ഇവിടെയുള്ള കാര്യം. അത് തീർച്ചയായിട്ടും വരും. He is the 30th century robotax. I'm pretty sure. രേവയും ലഡു സിംഗ് സാറും ഫോണിൽ സംസാരിച്ചത് തീർച്ചയായിട്ടും ആ റോബോട്ട് കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പറയണോ? വരൂ, നമുക്ക് അകത്തേക്ക് പോകാന്നേ. എന്നിട്ട് കണ്ടുപിടിക്കാം എവിടേക്കാ ട്രാപ്പ് വെച്ചിരിക്കുന്നത്. അതെ ശിവ, നിന്റെ സൈക്കിൾ എങ്ങനെ ഇവിടെ വന്നത്? ലഡു സിംഗ് സാർ, തുടരുത്. ഐ. അവിടെ നിൽക്കൂ. അയ്യയ്യയ്യ. അങ്ങോട്ട് വരൂ, വേഗം ഓടിച്ചോളൂ. അവൻ കുടുങ്ങിയല്ലോ. ശിവ, ഇതുപോലുള്ള നിസ്സാര കളികളിൽ നിന്ന് നിനക്ക് എന്നെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല. രക്ഷിക്കണേ ശിവ, രക്ഷിക്കണേ ശിവ.
എന്നെ വേഗം രക്ഷിക്കേ. രക്ഷിക്കണേ. ശിവ, സൈക്കിൾ ഒന്ന് നിർത്താൻ നോക്കൂ. Shiva, you are finished. Run from here. റോബോട്ട് ഫ്രീ ആയി. ഞാൻ വന്നോളാം. നിൽക്കൂ. സൂക്ഷിച്ച് ക്രോസ് ചെയ്യാൻ നോക്കൂ. അല്ലെങ്കിൽ ലേസർ പെട്ട് എല്ലാരും കൂടി അപകടത്തിലാകും. എല്ലാവരും പെട്ടെന്ന് വിളിക്കാൻ നോക്ക്. Shiva, നീ വെറുതെ ഓടി ഒളിക്കുകയാണ്. രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ശിവ. മിണ്ടൽ അത് വന്നിട്ടുണ്ട്. I am coming, Shiva. ശിവ, മുത്തശ്ശന്റെ പാട്ട് കേട്ട് അത് സഹിക്കാൻ പറ്റാതെ അവൻ അവിടുന്ന് വേഗം രക്ഷപ്പെട്ട് കളഞ്ഞു. വന്നേ, നമുക്കും അതുപോലൊരു പാട്ട് പാടി അവനെ കേൾപ്പിക്കാന്നേ. ഗുഡ് ഐഡിയ. ആ റോബോട്ട് അളഞ്ഞളഞ്ഞ് ഓടിപ്പോയെന്ന് തോന്നുന്നു. കണ്ടല്ലോ, ഈ ലഡ്ഡു സിംഗിന്റെ ബുദ്ധി എങ്ങനെയുണ്ടെന്ന്. ഹൈ, ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങളെ വല്ലാതെ കുടുക്കിയല്ലോ. ഇതാ കണ്ടില്ലേ, അത് അകത്തേക്ക് വരുന്നു. ഈ റൂമിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴി എവിടെയെങ്കിലും കാണാതിരിക്കില്ല. എല്ലാരും ഒന്ന് അന്വേഷിക്കുക. എവിടെയും വഴിയില്ല. ശിവ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് റോബോട്ടായി മാറി. വേഗാവട്ടെ. എല്ലാവരും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കൂ. വെരി ഗുഡ്. ഇനി ആ ഡോർ തുറന്ന് അതിന് വരാൻ കഴിയില്ല. ഓഹോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മളൊരു വലിയ പൊല്ലാപ്പിൽ തന്നെയാ വന്ന് കുടുങ്ങിയിരിക്കുന്നത്. നമുക്കിനി പുറത്തേക്ക് പോവാൻ സാധിക്കില്ല, അകത്തേക്ക് പോവാൻ പറ്റൂല. ലഡ്ഡു സിംഗ് സാറേ, എന്തൊക്കെയായാലും ശരി, മേലാൽ എന്നോട് പാടം പണിയിരുത്തി കേട്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് യാതൊരു വഴിയില്ലെന്ന്. ശിവ, നിന്നോടൊപ്പം ജോലി ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാ. നീ ഇന്ന് വരെ എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിനക്കൊരു സഹായം ആവശ്യം വേണ്ടി വരുമ്പോ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ശിവ. എന്നോട് ക്ഷമിക്കണം ശിവ. ലഡ്ഡു സിംഗ് സാറേ,
നിങ്ങളൊരു പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ തോൽവി സമ്മതിച്ചാലോ? നമുക്ക് ഒന്നും സംഭവിക്കില്ലെന്നേ. എപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നല്ലേ പല അപകടങ്ങളും തരണം ചെയ്തിട്ടുള്ളത്. റേവോ ഈസ് റൈറ്റ്. Come on, come on, come on. ഇന്ന് നിന്റെ വളരെ അത്യാവശ്യം ഞങ്ങൾക്കുണ്ട്. Don't let me down. Come on. Come on, cycle. Please. Come, come, come. Shiva! നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലേ ശിവ? രക്ഷിക്കണേ, അത് പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. രക്ഷിക്കണേ. ശിവ ശരിക്കൊരു പാഠം പഠിപ്പിച്ചു. യുഡി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അത് വീണ്ടും വരും. ലഡു സിംഗ് സാറേ, നിങ്ങൾ എല്ലാവരെയും കയറ്റിക്കൊണ്ട് സൈക്കിൾ ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇറങ്ങൂ. ശിവ, all the best. Take care. I will be okay. Bye, ശിവ. Hey, കുട്ടി, റോബോട്ടിക്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. Come on! കുട്ടിയെന്ന് വിളിക്കരുത് റോബോട്ടിക് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എങ്ങനെങ്കിലും ആ റോബോട്ടിക്സിനെ അതിന്റെ അടുത്ത് എത്തിച്ചാൽ എനിക്ക് പെട്ടെന്ന് പണി തീർക്കാമായിരുന്നു. Come on, friends, it's party time! Watch India's largest kids library only on Jio Hotstar. Download the app now.